പണ്ടൊക്കെ എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട് 5-6 തവണയെങ്കിലും നിർത്താതെ മില്ലടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മണ്ടയിൽ. നമസ്കാരം കേട്ടോ, ജയനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടാറ്റയുടെ ഹാരിയർ EV ഇലക്ട്രിക് പുതിയ വണ്ടിയുടെ ഒരു ആഡ് കണ്ടിരുന്നു. അതായത് തങ്ങൾപ്പാറയിൽ നമ്മുടെ ഡോക്ടർ ഫഹദ് വണ്ടി ഓടിച്ച് കയറ്റുന്ന ഒരു സാഹസികതമായ ഒരു ഡ്രൈവിൻ്റെ ഒക്കെ ഒരു ഷൂട്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക്, അതായത് 3-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ പുതിയ ഹാരിയറിൻ്റെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ലോഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലോഞ്ച് വീഡിയോയും കാര്യങ്ങളും അതിൻ്റെ ചെറിയ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇതിലിപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നതിൽ തന്നിരിക്കുന്ന രീതി നമ്മളൊരു ബേസിക് പ്രൈസും അതുപോലെ തന്നെ 2 വേരിയൻറ്റും കളേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫീച്ചേഴ്സും കാര്യങ്ങളായിട്ടാണ്. പ്രൈസ് ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് വന്നിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എന്താണ് പുതിയതായിട്ട് ഹാരിയറിൽ നിന്നും വ്യത്യാസമായി ഇലക്ട്രിക്കൽ ഹാരിയറിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ നമുക്ക് നടക്കാനുള്ളൊരു പാത മാത്രമേ. That's not a trail. That's a raw, unforgiving rock place. That's why no one has ever done this before and no car has ever dared to until now. It's impossible. അപ്പോൾ ആ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഡിലീറ്റ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു വേർഡിങ് കൂടി പോസിബിൾ ആക്കി കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഹാരിയറിൻ്റെ EV വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും പുതിയ ഹാരിയർ അല്ലെങ്കിൽ ഹാരിയറിൻ്റെ ഇലക്ട്രിക് വെഹിക്കിളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ലോഞ്ച് ചെയ്തത്. ഈ ഒരു കളർ വേരിയൻ്റ് എന്ന് പറഞ്ഞ ഒരു ഡാർക്ക് ഗ്രേ ആയിട്ടുള്ളൊരു കളർ ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെൽത്ത് ബ്ലാക്കിൻ്റെ ഒരു കളറും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ സാധാരണ വണ്ടികളൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പുതിയൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റ് കളർ അല്ലെങ്കിൽ ഒരു നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പഴയ ഹാരിയറിനൊരു ബ്ലാക്ക് എഡിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് എഡിഷൻ വാഹനങ്ങളൊക്കെ പിന്നീടാണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ എന്ന് പറഞ്ഞാൽ കളർ വേരിയൻറ്റുകൾ ലോഞ്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ 5ാമത്തെ ഒരു കളറായിട്ട്, നോർമലി ഒരു 4 കളറാണുള്ളത്, അതിൻ്റെ കൂടെ തന്നെ 5ാമതൊരു കളറായിട്ട് ഈ സ്റ്റെൽത്ത് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു മാറ്റായിട്ടുള്ളൊരു ബ്ലാക്ക് കളറും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് 4 കളർ എന്ന് പറഞ്ഞാൽ നൈനിറ്റാൽ നൊക്ട എന്ന് പറയുന്ന ഒരു ഡാർക്ക് ബ്ലൂ കളർ വരുന്നത്. അതുപോലെ തന്നെ പ്യുവർ ഗ്രേ, നമ്മുടെ ഈ ടാറ്റയുടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും തന്നെയുള്ള പ്യുവർ ഗ്രേ കളർ, അതുപോലെ തന്നെ പ്രിസ്റ്റീൻ വൈറ്റ്, അതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കളറായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പ്രിസ്റ്റീൻ വൈറ്റ് ഉണ്ട്. അതുപോലെ എംപവേർഡ് ഓക്സൈഡ് എന്ന് പറയുന്ന കളറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനമാണ് കേട്ടോ സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷൻ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് എഡിഷൻ അല്ലെങ്കിൽ ഡാർക്ക് എഡിഷൻ പോലെ ഹാരിയറിൻ്റെ EVയിൽ വന്നിരിക്കുന്ന ഒരു വേരിയൻ്റ് അല്ലെങ്കിൽ ഒരു കളർ വേരിയൻ്റ് ആണ് ഈ സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു കളർ കേട്ടോ. അതുപോലെ തന്നെ ഹാരിയർ EV അവരുടെ ആ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. QWD എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആ ക്യൂവിൽ ഒരു ഗ്രീൻ ലെറ്ററോടുകൂടി ഒരു 4 കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ QWD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ് വീൽ ഡ്രൈവ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ഫോം കേട്ടോ. ക്വാഡ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വാഡ് എന്ന് പറയുന്ന ഒരു വാക്ക് സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ പറയുന്ന ഒരു 4 എന്നുള്ള അല്ലെങ്കിൽ 4 വശങ്ങളുള്ളത് 4 രീതിയിലുള്ള അങ്ങനെയുള്ള അത്തരം ഒരു സൂചിപ്പിക്കാനായിട്ടാണ് ഈ ക്വാഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 വീൽ ഡ്രൈവ് എന്നുള്ളതിനൊന്ന് മാറ്റിയിട്ട് പുതിയൊരു വേർഡിങ്ങുകൾക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് ക്വാഡ് വീൽ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓൾ വീൽ ഡ്രൈവ് ഒക്കെ എഴുതുന്ന പോലെ തന്നെ അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് എന്നൊക്കെ എഴുതുന്ന പോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു എഴുത്താണ് ഈ ക്വാഡ് വീൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാരിയറിൻ്റെ EVയിൽ വന്നിരിക്കുന്നത് പറഞ്ഞാൽ 2 മോട്ടറാണ്. 2 വേരിയൻറ്റും വരുന്നുണ്ട് കേട്ടോ. 2 വീൽ ഡ്രൈവും വരുന്നുണ്ട്, അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവും വരുന്നുണ്ട്. 2 വീൽ ഡ്രൈവിലേക്ക് വരുമ്പോഴത്തെ റെയർ മോട്ടർ മാത്രമാണ് വരുന്നത്. 4 വീലിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിലും ബാക്കിലും മോട്ടർ വന്നിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 വീൽ ഡ്രൈവിന് അല്ലെങ്കിൽ QWDക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് മോട്ടർ വരുന്നത് 158 PS പവറിൻ്റെയും അതുപോലെ തന്നെ റെയറിലേക്ക് വരുന്ന മോട്ടർ വരുന്നത് 238 PS പവറും വരുന്നുണ്ട്. അതുപോലെ തന്നെ 504 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ 2 മോട്ടറും കൂടെ വരുന്ന കേട്ടോ. അതുപോലെ തന്നെ 0 to 100 എത്താനായിട്ട് 6.3 സെക്കൻഡിൽ അച്ചീവ് ചെയ്യുന്ന സ്പീഡും കിട്ടുന്നുണ്ട്. അപ്പോൾ ലോഞ്ചിലേക്ക് കാണിച്ചിരിക്കുന്ന ഈ കളറാണ് കേട്ടോ നൈനിറ്റാൽ നൊക്ട എന്ന് പറയുന്ന ഒരു ഡാർക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് HD പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സും അതുപോലെ തന്നെ കണക്റ്റഡ് ലാമ്പുകളും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ബാക്കിലേക്ക് വന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ നെക്സണിലും കർവിലും ഒക്കെ കണ്ട ഇലക്ട്രിക് വേരിയൻറ്റുകൾ കണ്ട അതേപോലെയുള്ള ആ ഒരു പാറ്റേണിലുള്ള ഗ്രില്ലുകളാണ് വന്നത്. ഇത് കഴിഞ്ഞാണ് നമ്മൾക്ക് ഹാരിയറിൽ ആ ടോപ്പിൽ വരുന്ന ആ ഗ്രില്ല് ഹാരിയറിൽ മാത്രം വന്നിരിക്കുന്ന പുതിയ ഗ്രില്ലാണ് കേട്ടോ. അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ് ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഒരു ബ്രഷ്ഡ് അലുമിനിയത്തിൻ്റെ ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന സ്കിഡ് പ്ലേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ് കേട്ടോ അവരൊരു ഭയങ്കരമായിട്ടൊരു ഇത് വന്നിരിക്കുന്നത്. അൺലിമിറ്റഡ് കിലോമീറ്റർ അല്ലെങ്കിൽ ലൈഫ് ടൈം വാറണ്ടിയാണ് ബാറ്ററിക്ക് കൊടുക്കുന്നത് കേട്ടോ. 75 kWh ബാറ്ററിയും 65 kWh ബാറ്ററിയുമാണ് വന്നിരിക്കുന്നത്. രണ്ടിനും അവർ കൊടുക്കുന്നത് ലൈഫ് ടൈം വാറണ്ടിയാണ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ്. അതായത് ഈ സാധനത്തിന് വാറണ്ടി എന്ന് പറയുന്ന സാധനം നമുക്ക് പ്രശ്നം വരുന്നില്ല.
അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന കേട്ടോ. വിലയുടെ കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 21.49 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എക്സ്ഷോറൂം പ്രൈസ് ആണ് കേട്ടോ, ഓൺ റോഡ് പ്രൈസ് അല്ല. ബാക്കി വേരിയൻറ്റുകളിൽ ഈ പറയുന്ന ഈ സ്റ്റെൽത്ത് അല്ലെങ്കിൽ സ്റ്റെൽത്ത് ബ്ലാക്കിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു എഡിഷൻ്റെ ഒന്നും പ്രൈസ് വന്നിട്ടില്ല കേട്ടോ. ഇത് ബേസ് പ്രൈസ് ആണ് ഈ വന്നിരിക്കുന്നത്. അതായത് 65 kWh ബാറ്ററിയുടെ പ്രൈസ് ആയിരിക്കും. അതിൻ്റെ ഫീച്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും തന്നെ വന്നിട്ടില്ല. കോമൺ ഫീച്ചേഴ്സ്, അതായത് ടോപ്പ് എൻഡിൻ്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സ് ആയിരിക്കുമല്ലോ എല്ലാ വാഹനങ്ങളിലും തന്നെ ആദ്യം ലോഞ്ചിൻ്റെ സമയത്ത് കാണിക്കുന്നത്. പിന്നീട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുള്ള ഓരോ വേരിയൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണല്ലോ ഓരോ വേരിയൻസിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്തൊക്കെ ഇല്ല. അതായത് മിഡ് വേരിയൻറ്റിൽ വരുന്നത് നമുക്ക് സാധാരണ എല്ലാവരും തന്നെ ഒരു മിഡ് വേരിയൻ്റൊക്കെ ആണല്ലോ ആൾക്കാർ എടുക്കാറ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് അടുത്ത നോക്കാമെന്ന് പറഞ്ഞാൽ മോഡ് സെലക്ഷൻസ് ആണ്. അതായത് 6 ടെറൈൻ മോഡുകൾ ഈ ഹാരിയറിൽ നമുക്ക് EV-യിൽ വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആ ഒരു റോക്ക് ക്ലൈമ്പിങ്ങിനൊക്കെ ഉപയോഗിച്ചത് റോക്ക് ക്രോൾ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് മോഡലാണ് പുള്ളി ഡ്രൈവ് ചെയ്തത്. പ്രൈസിൻ്റെ അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻട്രൊഡക്ടറി എക്സ്ട്രൂം പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 21.49 lakhs ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടെറൈൻ മോഡുകൾ നോക്കാം. നോർമൽ മോഡ് വരുന്നുണ്ട്, സാധാരണ നമ്മൾ ഡ്രൈവ് പറ്റിയ. അതുപോലെ റോക്ക് ക്രോൾ എന്ന് പറഞ്ഞ മോഡാണ് രണ്ടാമത്. കഴിഞ്ഞ ദിവസം ആ ഡ്രൈവിൻ്റെ യൂസ് ചെയ്ത മോഡാണത്. അതുപോലെ തന്നെ മഡ് റെഡ്സ് എന്ന് പറയുന്ന മോഡിലേക്ക് വരുന്നു. അതുപോലെ തന്നെ സ്നോ ആൻഡ് ഗ്രാസ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. അതുപോലെ തന്നെ സാൻഡിലേക്കുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 6ാമതായിട്ട് കസ്റ്റം മോഡ് വരുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന കസ്റ്റം മോഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡ് അസിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബാറ്ററി പാക്ക് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, അതിൻ്റെ അൺലിമിറ്റഡ് വാറണ്ടിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ അൾട്രാ ഗ്ലൈഡ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. 4 ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് റോഡിനൊക്കെ കേപ്പബിൾ ആയത്. അതുപോലെ തന്നെ ഗുണകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഡ്രൈവ് മോഡ്സുകളാണെങ്കിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. ബൂസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പോർട്ട് മോഡ് വരുന്നുണ്ട്, സിറ്റി മോഡ് വരുന്നുണ്ട്, ഇക്കോ മോഡ് വരുന്നുണ്ട്. അങ്ങനെ 4 ഡ്രൈവ് മോഡ്സിലാണ് വരുന്നത്. കളേഴ്സ് ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്നു. 4+1 5 കളേഴ്സിലാണ് വരുന്നത്. അതുപോലെ തന്നെ പുതിയൊരു സ്മാർട്ട് കീ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്മാർട്ട് കീ. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ നമ്മുടെ ജിയോയുടെയൊക്കെ ഒരു ഫ്രീ നെറ്റ് വന്നപ്പോൾ ഒരു മോഡം വന്നായിരുന്നല്ലോ റൗണ്ട് കർ ഷേപ്പിലുള്ള. ആ ഷേപ്പിലുള്ള ഒരു റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കീ ആണ് വരുന്നത്. അതിൽ 11ഓളം ഫീച്ചേഴ്സ് വരുന്ന സ്മാർട്ട് കീ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 540 ഡിഗ്രി സറൗണ്ട് വ്യൂ വരുന്നുണ്ട്. പണ്ടൊക്കെ 360 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ 360 വിട്ടിട്ട് 540 ഡിഗ്രി വ്യൂവിലേക്ക് പോയി കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ HD റിയർ വ്യൂ മിററാണ് വരുന്നത്. നമുക്ക് അതിൽ റെക്കോർഡിങ്ങും ഡാഷ് ക്യാമിൻ്റെ ഒന്നും സെപ്പറേറ്റ് ആവശ്യമില്ല. അത് റിയർ വ്യൂ മിററിൽ തന്നെ നമുക്ക് ക്യാമറയുണ്ട്, റിയറും കാണാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിലേക്കുള്ള ഡാഷ് ക്യാമിൻ്റെ റെക്കോർഡിങ്ങും അതിൽ തന്നെ നടക്കാവുന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ വരുന്നുണ്ട്. അത് ക്ലസ്റ്ററിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി ഇലക്ട്രിക്കിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള വെഹിക്കിൾ ടു ലോഡ്, വെഹിക്കിൾ ടു വെഹിക്കിൾ അങ്ങനെയുള്ള ചാർജിങ് കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ നാവിഗേഷൻ സിസ്റ്റം വരുന്നുണ്ട്. അത് മേപ്പിളിൻ്റെ ആണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കാം. 36.9 സെൻറ്റിമീറ്ററിൻ്റെ സിനിമാറ്റിക് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു 14 ഇഞ്ചോളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സൈസിലുള്ളതാണ് വരുന്നത്. ഹാർമൻ്റെ ആണ് വരുന്നത്. അതുപോലെ തന്നെ സാംസങ് നിയോ QLED സപ്പോർട്ടുള്ള ഹാർമൻ്റെ സിസ്റ്റമാണ് വരുന്നത്. ഇനി നമുക്ക് ഡ്രൈവിംഗ് സീറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. 6 വേ പവേർഡ് ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ 4 വേ പവേർഡ് ആയിട്ടുള്ള കോ ഡ്രൈവർ സീറ്റുകളാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ വരുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡിങ് ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ കൂൾഡ് ആയിട്ടുള്ള സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ, സ്ലൈഡിങ് ആയിട്ടുള്ള ആംറസ്റ്റിൻ്റെ അടിയിൽ. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മുതലാളിമാർക്ക് ഇരിക്കാനുള്ള ഒരു ബോസ് പവേർഡ് ആയിട്ടുള്ള മോഡുള്ള ഒരു സീറ്റുകളൊക്കെയാണ് സെക്കൻഡിലുള്ളത്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റുകൾ ഭയങ്കര സപ്പോർട്ടുള്ള. അതുപോലെ തന്നെ കോ ഡ്രൈവറുടെ സീറ്റ് നമുക്ക് ബാക്കിൽ ഇരുന്നിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ബോസ് ആ ഒരു ടൈപ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോ ഡ്രൈവർ സീറ്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ ബി പില്ലറിൽ AC റെയർ AC വെൻറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിൽ വരുന്ന റെയർ AC വെൻറ്റുകളുണ്ട്. അത് കൂടാതെ തന്നെ ബി പില്ലറിലേക്കും AC വെൻറ്റുകൾ റെയറിലേക്കുള്ളത് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റെയർ സൺഷെയ്ഡുകളുണ്ട്, റെയർ ആംബ്രസ്റ്റ് വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ Type-C 65 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്, ചാർജർ ഇമ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ കോക്പിറ്റ് എന്ന് പറഞ്ഞാൽ 26.03 സെൻറ്റിമീറ്ററിനാണ് ഡിജിറ്റൽ കോക്പിറ്റ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മേപ്പിൾസിൻ്റെ അതൊക്കെയാണ് കേട്ടോ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ സ്മാർട്ട് ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീല്, നമ്മൾ നേരത്തെ സഫാരിയിലും കണ്ട ആ ഒരു സ്മാർട്ടായിട്ടുള്ള ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. വോയിസ് അസിസ്റ്റ് ആയിട്ടുള്ള സൺറൂഫ് വരുന്നുണ്ട്, പനോരമിക്കാണ് അത് വരുന്നത്. സേഫ്റ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ സേഫ്റ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെവൽ 2 ADAS ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ലെവൽ 2 ADAS ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഫീച്ചറിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ലെവൽ 2 ADAS ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി, ESP അങ്ങനെയുള്ള കോമൺ കാര്യങ്ങൾ, ഓട്ടോ ഹോൾഡ്, TPMS, ഡ്യുവൽ ടോൺ ഡ്യുവൽ സോൺ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് AC ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റെൽത്ത് എഡിഷൻ ആയിട്ട് വന്നിരിക്കുന്ന
നമ്മുടെ ഹാരിയറിൻ്റെ എഡിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതൊക്കെയാണ് ഒരു കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൈസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ 21.49 എക്സ്ഷോറൂം പ്രൈസാണ് സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സുള്ള. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ഇനി മീഡിയക്കൊക്കെ ആയിട്ട് വാഹനങ്ങൾ കിട്ടുന്ന സമയത്ത് മറ്റൊരു വീഡിയോ എടുത്ത് നമ്മൾ കാണിക്കാം കേട്ടോ.